അപ്പോൾ അതിക്കൂട്ടം തിന്നാണുമ്പോൾ എനിക്ക് വെറിയായിട്ട് നിൽക്കാൻ കഴിയില്ല. ഞാനൊന്ന് തിന്നോക്കട്ടെ. കുറച്ച് ചാറ് വയ്ക്കാതാ, ചാറ് ഒരു പീസ്. ഹായ്, നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് ഒറ്റയ്ക്കേ ഉള്ളൂ ഇൻട്രോ പറയാൻ വേണ്ടിയിട്ട്. ഒറ്റയ്ക്കായതെന്ന് വെച്ചാൽ ഞാൻ കഴിഞ്ഞ ദിവസം ഇന്നലെ വൈകുന്നേരം അമ്മ പണിക്കെല്ലാം പോയി വന്നതിന് ശേഷമാണ് നമ്മ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിന്. അതായത് ചൂര മീൻ കറീൻ്റെ വീഡിയോ ആണ് ചെയ്തിട്ടുണ്ടായിന്. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്നതെല്ലാം നമ്മൾ ഈ ഒരു ഫോണിൽ നിന്നാണ് വീഡിയോ എടുക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ ദിവസം എടുത്ത വീഡിയോൻ്റെ ഉണ്ടെങ്കിൽ ഇൻറ്റേർണൽ സ്റ്റോറേജ് ഫുള്ളായിട്ട് ഇടയ്ക്കിടയ്ക്ക് വീഡിയോ എടുക്കുമ്പോൾ കട്ടാവില്ല. ഇടയ്ക്ക് വീഡിയോയിൽ നമ്മളത് പറയലുണ്ട്, വീഡിയോ എടുക്കുമ്പോൾ അത് കട്ടായിപ്പോയി എന്നെല്ലാം. അത് ഈ ഫോണിൻ്റെ സ്പേസ് ഇല്ലാത്ത അങ്ങനെയുള്ള പ്രശ്നമെല്ലാം കൊണ്ടാണ്. എല്ലാവരും നമ്മളോട് പറയലുണ്ട് വീഡിയോ എടുക്കുമ്പോൾ എല്ലാ ദിവസവും വീഡിയോ ഇടണം, നമ്മൾ കാത്തൊക്കെയായിരുന്നു. അപ്പം ഈ ഒരു ബുദ്ധിമുട്ടെല്ലാം കൊണ്ടാണ് കേട്ടോ നമ്മൾ ദിവസം വീഡിയോ എടുക്കാൻ പറ്റാത്തത്. അതെല്ലാം എഡിറ്റ് ചെയ്ത് ഇടെല്ലാം ചെയ്യുമ്പോൾ ഫോണിൽ സ്റ്റോറേജ് ഇല്ലാത്ത ഒരു ബുദ്ധിമുട്ട് കൊണ്ടാണ്. അങ്ങനെ ഇന്നലെ നമുക്ക് പണിയുണ്ടായിനി, 2 ദിവസമായിട്ട് അടുപ്പിച്ചിപ്പോൾ നമുക്ക് പണിയുണ്ട്. അപ്പോൾ അമ്മ പണിക്കെല്ലാം പോയി വന്നതിന് ശേഷം രാത്രിക്കാണ് നമ്മൾ ആ ഒരു വീഡിയോ എടുത്തിന്. അപ്പോൾ ഇന്ന് എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലാണ് ഞാനിപ്പോൾ ഇല്ല്. ഇവിടെ വന്നിട്ടാണ് ഞാൻ ചില സമയത്ത് വീഡിയോ എഡിറ്റ് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യൽ. ഇവിടെ വൈഫൈ എല്ലാം ഉണ്ട്. അപ്പോൾ എൻ്റെ ഫോണിൽ നിന്ന് എൻ്റെ വൈഫൈ നെറ്റ് കൊണ്ട് എല്ലാ സമയവും വീഡിയോ അപ്ലോഡ് ആവില്ല. അപ്പോൾ അധികം ഞാൻ ഇവിടെ വന്നിട്ടാണ് വീഡിയോ അപ്ലോഡ് ആക്കൽ. അപ്പോൾ ഒരു വീഡിയോൻ്റെ പിന്നീട് അത്രയും ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അങ്ങനെ എടുത്തൊരു വീഡിയോയിൽ ഇന്നലെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പം സ്റ്റോറേജ് കട്ടായിട്ട് കാണിക്കുമ്പോൾ ഞാൻ പെട്ടെന്ന് ആ വെപ്രാളത്തിന് അമ്മ ചിലപ്പോൾ കറീൻ്റെ എന്തെങ്കിലും അടുപ്പത്ത് വെച്ചിട്ട് മസാല ഇടുന്ന സമയത്തായിരിക്കും ചിലപ്പോൾ സ്റ്റോറേജ് ഫുള്ളായിട്ട് വീഡിയോ കട്ടാവുന്നത്. എന്നാലും അത് കരിഞ്ഞും പോവും. അങ്ങനെ അതിൻ്റെ ഇടയ്ക്ക് വേഗം ചെയ്യുന്ന സമയത്ത് ഞാൻ തിരക്കിട്ട് ഡിലീറ്റ് ആക്കുന്ന സമയത്ത് നമ്മൾ എടുത്ത വീഡിയോൻ്റെ തന്നെ ആദ്യത്തെ ഇൻട്രോ പറയുന്ന ഭാഗം കുറച്ച് ആദ്യത്തെ മീൻകറീൻ്റെ ആദ്യത്തെ കുറച്ച് ഭാഗമെല്ലാം എൻ്റെ കയ്യിൽ നിന്ന് ഡിലീറ്റ് ആയിപ്പോയി. അത് ഇവിടെ വന്നിട്ട് ഞാൻ ഇപ്പം വീഡിയോ എഡിറ്റ് ചെയ്തിട്ട് ഇടാൻ വേണ്ടി നോക്കുമ്പോൾ ആണ് മനസ്സിലായി ആദ്യത്തെ 2-3 ഭാഗം ഡിലീറ്റ് ആയത് എൻ്റെ ഇൻറ്റേർണൽ സ്റ്റോറേജിൽ നിന്ന് വരെ ഡിലീറ്റ് ആയിപ്പോയി. അപ്പോൾ അതെനിക്ക് റിക്കവർ ചെയ്തിട്ട് എങ്ങനെ എടുക്കാനാവുന്നില്ല. അതുകൊണ്ട് ഇന്നലെ അധികം ഞാനും അമ്മയെല്ലാം കൂടി നല്ലൊരു ഇൻട്രോ ആണ് എടുത്തിട്ടുണ്ടായിന്. പിന്നെ മീൻകറിൻ്റെ ആദ്യത്തെ കുറച്ച് ഭാഗവും അങ്ങനെ ഡിലീറ്റ് ആയിപ്പോയതുകൊണ്ട് ബാക്കി അത്രയും കഷ്ടപ്പെട്ടെടുത്ത വീഡിയോ ആയതുകൊണ്ടും അത് ഡിലീറ്റാക്കി കളയാനുള്ള മനസ്സ് വരുന്നില്ല. അപ്പോൾ നിങ്ങൾ എല്ലാവരും ക്ഷമിക്കണം. ആ വീഡിയോൻ്റെ ആദ്യത്തെ കുറച്ച് ഭാഗം ഉണ്ടാവില്ല. അതൊന്നാന്ന് ഞാനിപ്പം ഈ വീഡിയോയിലേക്ക് കൂടെ തന്നെ പറഞ്ഞുതരാം. അപ്പോൾ ചൂരമീൻ കറിയാണ് ഇന്നലെ ഉണ്ടാക്കിയത്. അപ്പോൾ ആദ്യം തന്നെ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും 1/2 ടീസ്പൂൺ ഉലുവയും ഇട്ടിട്ട് ഒന്ന് വഴറ്റിയതിന് ശേഷം അതിലേക്ക് കറിവേപ്പിലയും ഇട്ട് ചെറിയ ഉള്ളി ഒരു 10-15 ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞതും ഇട്ട് അതും കൂടി ഒന്ന് മൂത്ത് വന്നതിന് ശേഷം അതിലേക്ക് തക്കാളിയും കൂടി ചേർത്ത് കൊടുത്ത് അതും കൂടി ഒന്ന് വാടി സെറ്റായി വരുമ്പോഴാണ് നമ്മൾ മസാല ചേർത്ത് കൊടുക്കുന്നത്. ഈ മസാല ചേർത്ത് കൊടുക്കുന്നത് വരെയുള്ള ഭാഗം നമ്മളിന്ന് കട്ടായിപ്പോയി. അതുകൊണ്ട് നിങ്ങൾ ക്ഷമിക്കണം. അപ്പോൾ ബാക്കിയുള്ള ഇതെന്നാന്ന് വീഡിയോയിലേക്ക് കൂടെ കാണാം. അത്രയും എഫേർട്ട് എടുത്തിട്ട് എടുത്ത ഒരു വീഡിയോ ആയതുകൊണ്ടാണ് അമ്മക്കും വിഷമവും. ഇന്ന് വീഡിയോ 2 ദിവസമാണ് അപ്പോൾ ഇട്ടിട്ടാന്ന് കാണുമ്പോൾ. അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബാക്കി ഇനി മസാല ഇടുന്ന ഭാഗത്തുനിന്ന് നമുക്ക് കണ്ടു തുടങ്ങാം കേട്ടോ. നമുക്കൊരു മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. എന്താ ഈ ഒരു സ്പൂണിന് 1.5 സ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഈ മല്ലിപ്പൊടീൻ്റെ പച്ചമണം മാറുന്നവരെ ഒന്ന് നന്നായിട്ട് മൂപ്പിക്കണം കേട്ടോ. വറുക്കാത്ത മല്ലിപ്പൊടിയാണെന്ന് തോന്നണം അല്ലെങ്കിൽ നമ്മൾ നേരത്തെ വറുത്ത് വെക്കുന്നുണ്ട്. ഇന്ന് വറുത്ത് വെച്ചത് കഴിഞ്ഞു പോയി. അതുകൊണ്ട് നന്നായിട്ടൊന്ന് മൂപ്പിക്കണം കേട്ടോ മല്ലിപ്പൊടി, അല്ലെങ്കിൽ ആ ഒരു ടേസ്റ്റ് ഉണ്ടാവും. പച്ചച്ചോളം മല്ലിപ്പൊടി ചേർത്തിട്ട് നന്നായി ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് ഇനി മുളക് പൊടി ചേർത്ത് കൊടുക്കാം. മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. തേങ്ങ ഇടുന്നില്ല, അതുകൊണ്ട് അധികം വേണ്ട. 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതും കൂടി ചേർത്ത് നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കണം. മുളക് പൊടിയും കൂടി ചേർത്തിട്ട് നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഇനിതാ നമ്മൾ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 സ്പൂൺ കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്, 1 ടീസ്പൂൺ. മസാലേൻ്റെ മൂക്കിലേക്ക് മണം അടിച്ച് കയറുന്നാലാണ് ശരിക്കും ശരിയായിട്ടാ. നമുക്ക് ഈ പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്താ നമ്മൾ വാളംപുളി എടുത്തിട്ടില്ല കേട്ടോ. ഒരു നെല്ലിക്ക വലിപ്പത്തിൽ എടുത്തിട്ട് നേരത്തെ പുതുത്ത് വെച്ചിനെ അതും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. തീരി വെച്ചിട്ടുണ്ട്. കൊടംപുളി ഇട്ടിട്ട് ആക്കാം. നമ്മൾ മുന്നേ ആക്കുമ്പോൾ കൊടംപുളി ഇട്ടിട്ടാന്ന് ആക്കിയിട്ടുണ്ടായിന്. ഇന്ന് വാളംപുളി ഇട്ടിട്ട് ആക്കാന്ന് വിചാരിച്ചു.
അപ്പം മീൻ വേവാൻ ആവശ്യത്തിന് കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പുളിവെള്ളം മാത്രമേ ഇപ്പോൾ ഒഴിച്ച് കൊടുത്തിട്ടുള്ളൂ. അതെയാ ഇതേന്ന് അല്ലേ. അത് നന്നായിട്ടൊന്ന് തിളക്കട്ടെ കേട്ടോ. നമുക്കൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതാണ് നമ്മളെ ചൂരമീൻ. ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ തലയും ഉണ്ട് കേട്ടോ. ലിജിക്ക് അതിന്റെ തല ഭയങ്കര ഇഷ്ടമാണ്. വേഗം തലയുണ്ട് പറഞ്ഞത് വേഗം. തല ആകുമ്പോൾ മുറിച്ച് കുഞ്ഞി കുഞ്ഞി പീസാക്കി. അല്ല മീനെല്ലാം ഞാൻ ചെറിയ ചെറിയ കുഞ്ഞി കഷ്ണം തന്നെ ആക്കി. അതിൽ വലിയ കഷ്ണം തന്നെ വെക്കാറുണ്ട്. ഒന്ന് ചെറിയ കഷ്ണാക്കായി. അപ്പൊ മീനിന്റെ തല ഇഷ്ടമില്ലവരൊന്ന് കമന്റ് ചെയ്യണേ. തല നല്ല രസം ഇഷ്ടമുണ്ടാവും. തലക്കും ഇഷ്ടമാണ്. അമ്മക്കും ഇഷ്ടമാണ് കേട്ടോ. എന്റെ എണ്ണ പറയുന്നുണ്ടാ. മറ്റേ അതിന്റെ ഇതെല്ലാം പൂച്ച കൊടുത്തിന്. അതിന്റെ പൂ കണക്കത്തെ സാധനം എല്ലാം പൂച്ച കൊടുത്തിന്. ഇതിപ്പോ അതിന്റെ കൊട്ടന്നല്ലി ആയതേ ഇല്ല കേട്ടാ. പൂച്ച അല്ലെങ്കിൽ നമ്മളെ നിക്കാൻ വിടൂല. അതെ, അവർക്കും വേണ്ട എന്തെങ്കിലും. അരവ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. നമുക്ക് മീൻ കഷ്ണങ്ങൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടാ. കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. നമുക്ക് മീൻ കഷ്ണങ്ങൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പൊ എനിക്കും ലിജിക്ക് ഇഷ്ടമുള്ള സാധനം ഞാൻ അത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ഒന്നിച്ച് തന്നെ തല നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ചൂരമീൻ. നമ്മുടെ സുധമീൻ എന്നെല്ലാം പറയും. പിന്നെന്താ പറയുക, കേതല. അല്ല ഒന്നെല്ലാം തോന്നുന്നുണ്ട്, അറിയില്ല. ചൂരമീൻ എല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ചട്ടിയിലേക്ക്. നമുക്ക് കുറച്ച് കറിവേപ്പില മേലെ ഇട്ട് കൊടുക്കാം. അപ്പം നമുക്കൊന്ന് ചുറ്റിച്ചു കൊടുക്കാം കേട്ടോ. നന്നായിട്ടൊന്ന് വേവട്ടെ. നമുക്ക് അടച്ച് വെച്ച് കൊടുക്കാം. മീൻ നന്നായിട്ട് തിളക്കുന്നുണ്ട്. പിന്നെ മണം കൊണ്ട് ഇവിടെ നിൽക്കാനാവുന്നില്ല. നല്ല മണം. രാത്രി ആയതുകൊണ്ട് കുറച്ച് ക്ലാരിറ്റി കുറവുണ്ടാവും കേട്ടോ. നല്ല തിളക്കുന്നുണ്ട്. കാണിച്ചു തരാം. നല്ല തിളച്ച് കുറുകി വരുന്നുണ്ട്. അപ്പം നമ്മളെ ചൂരമീൻ കറി ഇതാ തിളച്ച് നല്ല സെറ്റായി വന്നിട്ടുണ്ട്. നമുക്കിനി തീ ഓഫ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഞാൻ തീ സ്ലോയിൽ വെച്ചിട്ടല്ലേ നല്ല വെള്ളം വറ്റിയതാണോ. ചട്ടിയിൽ നിന്ന് പിന്നെ ആദ്യം കുറുകും. നാളെ രാവിലെ കുളുത്തും കൂട്ടി അടിക്കണം. രാവിലെ കുളുത്തും കൂട്ടിയിട്ട് അടിച്ചോട്ടാ. എനിക്ക് രാവിലെ നാളെ 7 മണിക്ക് പോകണം. മണിക്ക് നാളെയും പണിയുണ്ടല്ലേ. പണിയുണ്ട്. അപ്പം ഇതാ ഒന്നും കൂടി ചുറ്റിച്ചു കൊടുക്കാം. പച്ച വെളിച്ചെണ്ണയും കൊണ്ട് നനച്ചു കൊടുത്താൽ മീൻകറി റെഡി. ഇതാ കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി ലാസ്റ്റ് ഒന്ന് നനച്ചു കൊടുക്കുന്നുണ്ട്. നല്ല മണം വരുന്നുണ്ട് കേട്ടാ. രക്ഷയില്ല. കുറച്ചെനക്ക് കഴിക്ക് ടേസ്റ്റ് നോക്കാൻ നോട്ട് കഴിക്കാം. അപ്പം ഞാൻ ടേസ്റ്റ് നോക്കട്ടെ. ചൂടില്ല കഴിക്കല്ലേ. കഴിച്ചു. ഈ മീനിന്റെ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ചൂരമീനിന് എനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടാ. തണിഞ്ഞ് നല്ല പുളിയെല്ലാം നല്ലോണം നല്ല ഇതായിട്ടുണ്ട്. കപ്പ ലേശമുണ്ട്, അത് കൂട്ടി തിന്നു. അതാ നമുക്ക് കപ്പയും കൂട്ടി. ഇന്ന് രാവിലെ കപ്പയാന്നാക്കി. അതെ, രാവിലെ ഞങ്ങൾക്ക് പണിക്ക് കൊണ്ടുകൊണ്ട് വേറെ ഒന്നും അങ്ങനെ ആക്കില്ല. കപ്പയാകുമ്പോൾ വേഗം ആവുമല്ലോ. അപ്പൊ നാളെയും പോകണം. നാളെ ഇപ്പൊ എന്താ പുട്ടെന്തെങ്കിലും ആക്കേണ്ടി വരും രാവിലെ. നാളെ 7 മണിന്റെ മിഷൻ വണ്ടി 7 മണിക്കേ പോകുന്നുണ്ട്. അപ്പൊ അതിൽ പോയാൽ എനിക്ക് അവിടെ വേഗം എത്താം. ബസ്സിലെല്ലാം പോയിട്ട് അടുത്ത് നമുക്ക് സമയം കുറയാവും. 7 മണിക്ക് ഇടുന്ന് പോകണം. അപ്പം കപ്പ എടുത്തിട്ട് നമുക്ക് ടേസ്റ്റ് നോക്കാം കേട്ടോ.
അപ്പോൾ തേങ്ങയൊന്നും ചേർക്കാത്ത നല്ലൊരു ചൂരമീൻ കറിയാന്നേ. ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ. അപ്പോൾ നമ്മളെ നല്ല ചൂരമീൻ കറിയുടെ റെഡി ആയിട്ടുണ്ട്. അമ്മ ചോറാന്ന് കഴിക്കുന്നത്, ഞാൻ ചോറ് കഴിക്കുന്നു. എന്താ നമ്മളെ ഉച്ചക്കാക്കിയ പുളിശ്ശേരി ഉണ്ട്, ക്യാബേജ് ഉപ്പേരി ഉണ്ട്, പിന്നെ ഇതാ നമ്മളെ ചൂരമീൻ കറിയും ഉണ്ട്. അതിക്കൂട്ടം കപ്പ കഴിക്കുന്നു കേട്ടാ. രാവിലത്തെ കപ്പ കുറച്ച് ബാക്കിയുണ്ട്. അപ്പോൾ അമ്മ ടേസ്റ്റ് നോക്കറാമ. ഓന് കപ്പയാ നല്ല ഇഷ്ടം. കഴിയാൻ പാടിയിരുന്നു. നല്ല ടേസ്റ്റ്. കുറച്ചും കൂടി തണിഞ്ഞാൽ അതിനേക്കാളും നല്ല ടേസ്റ്റ് ആയിരിക്കും അല്ലേ. കഴിയാൻ അതിക്കൂട്ടതാ കറി കറി എടുത്തത് കോരിക്കൊരു സൈഡിൽ നിന്ന് അങ്ങോട്ട് വെച്ചു. കാണുമ്പോ തന്നെ വയറ് വെള്ളം വരുന്നല്ലോ അമ്മ. തിന്നോ? അതിക്കൂട്ട കപ്പനും തിന്നും ശരിയാക്കും. അതിക്കൂട്ടൻ ടേസ്റ്റ് നോക്കിയിട്ട് പറയട്ടെ. ലോഗോസ് കഴിയുന്നില്ല എന്ന് പറഞ്ഞിട്ട് നേരത്തെ ചോറ് വെച്ചിട്ട് ഉറങ്ങി. അമ്മ എന്തോ ഒരു ക്ഷീണവന്. ചാറും കൂട്ട്, ചാറ് കൊടുക്ക്. സൂപ്പർ. അമ്മ നല്ല രസമുണ്ട്. തേങ്ങ കൂട്ടാണ് നല്ല രസമുണ്ട്. നമ്മ ഇതേപോലെ ആക്കിയിട്ട് തേങ്ങ കൂട്ടിയിട്ടാണ് അധികം വെക്കല്. പക്ഷെ തേങ്ങ കൂട്ടാണ്ടും ഇതേപോലെ വെക്കലുണ്ട്. നല്ല ടേസ്റ്റ് ആണ്. അപ്പൊ ഇന്ന് പിന്നെ നമുക്ക് പുളിശ്ശേരി ഉണ്ടല്ലോ. ഇത് തേങ്ങ കൂട്ടാണ്ട് നല്ല രസമാണ്. അതെ, അധികം തേങ്ങ ഒന്നും കൂട്ടുന്നില്ല. അങ്ങനെ നോക്കും. നല്ല രസമാണ്. കുടമ്പുളി ഇട്ടിട്ട് വെക്കും, വാളമ്പുളി ഇട്ടിട്ട് വെക്കും. വാളമ്പുളി ഇട്ടാൽ കുറച്ചുകൂടി നല്ല കൊഴുപ്പ് കിട്ടും അല്ലേ കറിക്ക്. അപ്പോൾ അതിക്കൂട്ടം തിന്നാണുമ്പോൾ എനിക്ക് വെറിയായിട്ട് നിൽക്കാൻ കഴിയുന്നില്ല. ഞാനൊന്ന് തിന്നോക്കട്ടെ. കുറച്ച് ചാറ് വയ്ക്കാതാ. ചാറ് ഒരു പീസും കപ്പൊക്കെ വെച്ചാൽ ചാറാ നല്ല ടേസ്റ്റ്. ചാറാ നല്ല ടേസ്റ്റ് ഉണ്ടാവില്ല അതിക്കൂട്ട. അപ്പോൾ ഇതാ കപ്പ എടുത്തിട്ടുണ്ട്. ചാറിൽ മുക്കിയിട്ട് ഇന്നൊരു പീസ് പൊട്ടിച്ചിട്ട് ചാറിൽ ഇങ്ങനെ വെച്ച് എല്ലാരും വന്നാൽ തരുംട്ടാ. നമ്മ ഉണ്ടാക്കി തരുമല്ലോ. തീർച്ചയായിട്ടും നല്ല രസമാണ്. എല്ലാരും ഉണ്ടാക്കി നോക്കണേ. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടാ. അത് കൂട്ടാ വേണ്ടല്ല. വേണം. നല്ല ടേസ്റ്റ്. കൊതിയെന്ന് മണം വെക്കുമ്പോഴേ. അപ്പോൾ നമ്മളെ ഇന്നത്തെ വീഡിയോ പറഞ്ഞാൽ എന്താ രാത്രിക്ക് എടുത്തൊരു വീഡിയോ ആണ്, ചൂരമീൻ കറിയാക്കുന്നത്. അപ്പോൾ നമ്മളെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന് വിചാരിക്കുന്നത്. രാത്രി കഴിഞ്ഞ്. അതെ, അമ്മയില്ലാണ്ട് എന്തോ വീഡിയോ എടുക്കാൻ എനക്കും ഒരു മടിയാന്ന്. പിന്നെ എനക്കിന്ന് പകല് വേറെ പോകാനും ഉണ്ടായോണ്ടാന്ന് രാത്രിക്ക് എടുത്തിന്. അപ്പോൾ നമ്മളെ ഇന്നത്തെ ചൂരമീൻ കറി നിങ്ങൾ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് കമന്റ് അറിയിക്കണേ. പിന്നെ നമ്മ ഉണ്ടാക്കുന്ന വീഡിയോ എല്ലാം റെസിപ്പീസ് എല്ലാം നല്ലതാണെന്ന് പറഞ്ഞിട്ട് കമന്റ്സ് എല്ലാം ഇടാറുണ്ട്. നമ്മ എല്ലാം കാണാറുണ്ട്. ഒരുപാട് സന്തോഷം കേൾക്കുമ്പോൾ തന്നെ. അതെ, ഉണ്ടാക്കുന്ന കറി തന്നെയാണ് നിങ്ങൾ കാണിക്കുന്നത്. പിന്നെ പ്രത്യേകിച്ച് നമ്മ അങ്ങനെ കാണിക്കില്ല. അവർ പറയുന്നത് നമ്മ അങ്ങനെ ഉണ്ടാക്കി കാണിക്കുന്നത്. അപ്പം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബെല്ലാം ഒന്ന് ചെയ്യണേ. തീർച്ചയായിട്ടും ചെയ്യണേ. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ എല്ലാവർക്കും ബൈ.